വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക്സ് എന്നുള്ളത് വിക്ടോറിയൻ പീരീഡിലെ സയൻസ്, നാച്ചർ ആൻഡ് ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്, എംപയർ റൈസ് ആൻഡ് നാഷണൽ ഐഡൻറ്റിറ്റി, ജെൻഡർ റോൾസ് ആൻഡ് റിലേഷൻസ്, ഈ ഒരു ടോപ്പിക്സിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. Victorian era എന്നുള്ളത് എ പീരിയഡ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്, സേ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് ആസ് ന്യൂ സയൻറ്റിഫിക് തിയറീസ് പെർട്ടിക്കുലർലി ദോസ് റിലേറ്റഡ് ടു ഇവല്യൂഷൻ ചലഞ്ച് ചെയ്യുന്നുള്ളത് ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ്സിനെയാണ്. ദിസ് ക്ലാഷ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ഫെയ്ത്ത് എന്നുള്ളത് ലെഡ് ടു എ ക്വസ്റ്റ്യനിങ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയസ് ഡോക്ട്രൈൻസ് ആൻഡ് എ സെർച്ച് ഫോർ ന്യൂ സ്പിരിച്വൽ ഫ്രെയിംവർക്ക്സ്. സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്സ് വിക്ടോറിയൻ ഇറ എന്നുള്ളത് വിറ്റ്നസ്ഡ് റിമാർക്കബിൾ സയൻറ്റിഫിക് പ്രോഗ്രസ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ തിയറീസ് ആൻഡ് ഇൻവെൻഷൻസ് ലൈക്ക് ദ ടെലിഗ്രാഫ്, ഫോട്ടോഗ്രാഫി ആൻഡ് ദ ടെലിഫോൺ. ഡാർവിൻസ് തിയറി ഓഫ് ഇവല്യൂഷൻ, ചാൾസ് Darwin's on the origin of species proposed the theory of evolution by natural selection, which contradicted the biblical account of creation. ഈ ഒരു തിയറി എന്നുള്ളത് സ്പാർക്ക്ഡ് ഇൻറ്റൻസ് ഡിബേറ്റ് ആൻഡ് ചലഞ്ച് ചെയ്യുന്നുള്ളത് ദ പ്രിവെയിലിംഗ് വ്യൂ ദാറ്റ് ഗോഡ് ക്രിയേറ്റഡ് ഓൾ സ്പീഷ്യസ് പെർഫെക്റ്റ്ലി. ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്, ദ ക്ലാഷ് ബിറ്റ്വീൻ സയൻറ്റിഫിക് ഫൈൻഡിങ്സ് ആൻഡ് റിലീജിയസ് ബിലീഫ്സ് എന്നുള്ളത് നയിക്കുന്നുള്ളത് ടു എ പീരിയഡ് ഓഫ് ക്വസ്റ്റ്യനിങ് ആൻഡ് ഡൗട്ട്, പലപ്പോഴും റെഫേർഡ് ടു ആസ് ദ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്. പീപ്പിൾ ഗ്രാപ്പിൾഡ് വിത്ത് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് സയൻറ്റിഫിക് ഡിസ്കവറീസ് ഫോർ ദർ ഫെയ്ത്ത് ആൻഡ് സ്പിരിച്വാലിറ്റി. ദ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളത് പ്രേരിപ്പിക്കുന്നുള്ളത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഫിലോസഫിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ആഗ്നോസ്റ്റിസിസം, വിച്ച് ക്വസ്റ്റ്യൻഡ് ദ പോസിബിലിറ്റി ഓഫ് നോയിങ് ദ ട്രുത്ത് അബൌട്ട് ഗോഡിനെ പറ്റിയിട്ടുള്ള ട്രുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രുത്താണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളത്. ആൻഡ് മെറ്റീരിയലിസം വിച്ച് എംബസൈസ് ചെയ്യുന്നുള്ളത് ദ മെറ്റീരിയൽ വേൾഡ് ആസ് ദ പ്രൈമറി റിയാലിറ്റി. ദ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളത് വിക്ടോറിയൻ ലിറ്ററേച്ചറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് റൈറ്റേഴ്സ് ലൈക്ക് ടെനിസൺ ആൻഡ് അർണോൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് തീംസ് ഓഫ് ഡൗട്ട്, ലോസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ദ സെർച്ച് ഫോർ മീനിങ് ഇൻ എ വേൾഡ് ഇൻക്രീസിംഗ്ലി ഷേപ്ഡ് ബൈ സയൻസ്. നാച്ചർ ആസ് എ സോഴ്സ് ഓഫ് മീനിങ്, ദ ചലഞ്ചസ് പോസ്ഡ് ബൈ സയൻസ് മെനി വിക്ടോറിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫൗണ്ട് സൊലൈസ് ആൻഡ് മീനിങ് ഇൻ നാച്ചർ, സീയിങ് ഇറ്റ് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് ഗോഡ്സ് ക്രിയേഷൻ ആൻഡ് എ സോഴ്സ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഇൻസ്പിറേഷൻ. വിക്ടോറിയൻ കോംപ്രമൈസ്, ചില ഹിസ്റ്റോറിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വാദിക്കുന്നുണ്ട് ദാറ്റ് ദ വിക്ടോറിയൻസ് ഫൗണ്ട് എ വേ ടു റിക്കൺസൈൽ സയൻസ് ആൻഡ് റിലീജിയൻ, പലപ്പോഴും റെഫർ ടു ആസ് ദ വിക്ടോറിയൻ കോംപ്രമൈസ്, വെറുതെ ഫൈൻഡ് ചെയ്യുന്നുള്ളത് ടു ഇൻ്റഗ്രേറ്റ് സയൻറ്റിഫിക് നോളജ് ഇൻ ടു ദർ റിലീജിയസ് ബിലീഫ്സ്. വിക്ടോറിയൻ ഇറയിൽ ബ്രിട്ടീഷ് എംപയറിൻ്റെ വാസ്റ്റ് റീച്ച് എന്നുള്ളത് കപ്പിൾഡ് വിത്ത് ദ റൈസ് ഓഫ് സയൻറ്റിഫിക് റേസിസം ആൻഡ് ആൻസൈറ്റീസ് അബൌട്ട് നാഷണൽ ക്യാരക്ടർ പ്രൊഫൗണ്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് ദ കൺസ്ട്രക്ഷൻ ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി. ഇമ്പീരിയൽ എക്സ്പാൻഷൻ ഷേപ്പ് ചെയ്യുന്നുള്ളത് പെർസെപ്ഷൻ ഓഫ് ബോത്ത് ബ്രിട്ടീഷ് ആൻഡ് നോൺ ബ്രിട്ടീഷ് റൈസസ്, ലീഡ് ചെയ്യുന്നുള്ളത് ടു ബോത്ത് ദ അസേർഷൻ ഓഫ് ബ്രിട്ടീഷ് സുപ്പീരിയോറിറ്റി ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോംപ്ലെക്സ് സംടൈംസ് കോൺട്രാഡിക്ടറി ഐഡിയാസ് അബൌട്ട് നാഷണൽ ഐഡൻറ്റിറ്റി. ബ്രിട്ടീഷ് എംപയർ എന്നുള്ളത് അറ്റ് ഇറ്റ്സ് പീക്ക് ഡ്യൂറിങ് ദ വിക്ടോറിയൻ ഇറ എക്സ്പാൻഡ് ചെയ്യുന്നുള്ളത് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഗ്ലോബലി, ലീഡ് ചെയ്യുന്നുള്ളത് ടു എൻകൗണ്ടേഴ്സ് വിത്ത് ഡിവേഴ്സ് കൾച്ചേഴ്സ് ആൻഡ് പീപ്പിൾസ്. ദിസ് ഇമ്പീരിയൽ എക്സ്പാൻഷൻ എന്നുള്ളത് ഫ്യൂവൽഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് റേഷ്യൽ ഹൈറാർക്കീസ് ആൻഡ് ഐഡിയോളജീസ് വിത്ത് സയൻറ്റിഫിക് റേസിസം പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് എ സ്യൂഡോ സയൻറ്റിഫിക് ബേസിസ് ഫോർ ജസ്റ്റിഫൈയിങ് ദ സബ്ജുഗേഷൻ ഓഫ് കോളനൈസർ പോപ്പുലേഷൻസ്. വിക്ടോറിയൻ തിങ്കേഴ്സ് ഗ്രാപ്പിൾ ചെയ്യുന്നുള്ളത് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് നാഷണൽ ക്യാരക്ടർ, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് and qualities that define the English people and their relationship to other races, include ചെയ്യുന്നുള്ളത് those within the empire. ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് വാസ് ഷേപ്ഡ് ബൈ ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇമ്പീരിയൽ പ്രഷേഴ്സ്, ലീഡ് ചെയ്യുന്നുള്ളത് ടു ഡിസ്കഷൻസ് അബൌട്ട് ദ സപ്പോസ്ഡ് സുപ്പീരിയോറിറ്റി ആൻഡ് ഓർ ഇൻഫീരിയോറിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ആൻസൈറ്റീസ് ആൻഡ് ഹൈബ്രിഡിറ്റി, ഇമ്പീരിയൽ എക്സ്പാൻഷൻ എന്നുള്ളത് ബ്രോട്ട് അബൌട്ട് ആൻസൈറ്റീസ് അബൌട്ട് ദ പ്യൂരിറ്റി ഓഫ് ബ്രിട്ടീഷ് റേസ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഫോർ കൾച്ചറൽ ആൻഡ് റേഷ്യൽ ഹൈബ്രിഡിറ്റി. The flow of people and goods between Britain and its colonies
along with the rise of immigration led to concerns about the degeneration of the British race, complexities of identity. Despite the emphasis on British superiority, there were also instances of cultural exchange and hybridity within the empire, leading to more nuanced and complex understanding of national identity. Some individuals and groups എന്ത് ചെയ്യുന്നുണ്ട് challenge dominant racial narratives, creating counter narratives and alternative forms of belonging. സോഷ്യൽ ഡാർവിനിസം അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റും. ദ റൈസ് ഓഫ് സോഷ്യൽ ഡാർവിനിസം, എ സ്യൂഡോ സയൻറ്റിഫിക് തിയറി ഫർദർ സോൾഡിഫൈഡ് റേഷ്യൽ ഹൈറാർക്കീസ് ബൈ സജസ്റ്റ് ചെയ്യുന്നുള്ളത് ദാറ്റ് സം റൈസസ് വർ നാച്ചുറലി സുപ്പീരിയർ ടു അതേഴ്സ്. ഈ ഒരു തിയറി എന്ത് ചെയ്യുന്നുണ്ട്, സജസ്റ്റ് ചെയ്യുന്നുള്ളത് ചില റൈസസ് എന്നുള്ളത് എപ്പോഴും മറ്റ് ചില റൈസസിനോട് സുപ്പീരിയർ ആയിരിക്കും എന്നാണ് പറയുന്നുള്ളത്. ദിസ് ഐഡിയോളജി ഫ്യൂൾഡ് ഇമ്പീരിയൽ എക്സ്പാൻഷൻ ആൻഡ് ജസ്റ്റിഫൈ ചെയ്യുന്നുള്ളത് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൊളനൈസ്ഡ് പോപ്പുലേഷൻസ്. വിക്ടോറിയൻ ലിറ്ററേച്ചർ റിഫ്ലക്ട് ചെയ്യുന്നുള്ളത് ദിസ് ഇമ്പീരിയൽ ആൻഡ് റേഷ്യൽ ആൻസൈറ്റീസ്. എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് തീംസ് ഓഫ് റൈസ്, എംപയർ ആൻഡ് നാഷണൽ ഐഡൻറ്റിറ്റി ഇൻ ഡിവേഴ്സ് വേസ്. ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, travelogies and anthropological treatises. Victorian era gender roles were strictly defined with a strong emphasis on the concept of separate spheres. Men were expected to dominate the public sphere of work, politics and public life, while women were relegated to the domestic sphere, responsible for managing the household and raising children. ഈ ഒരു ഡിവിഷൻ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് എ സിഗ്നിഫിക്കൻറ്റ് പവർ ഇംബാലൻസ്, ലിമിറ്റിംഗ് വുമൺസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓട്ടോണമി. മെൻ എന്നുള്ളത് എന്താണെന്ന് പബ്ലിക്കിലായിക്കോട്ടെ അതുപോലെ തന്നെ പൊളിറ്റിക്സിലായിക്കോട്ടെ എപ്പോഴും ഒരു ഡോമിനൻ്റ് ആയിട്ടാണുള്ളത്. പക്ഷേ വുമൺ ആണെങ്കിലോ അവരുടെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലായിക്കോട്ടെ ഹൗസ് ഹോൾഡിലായിക്കോട്ടെ ഇതിലൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് മാത്രമാണ് വുമൺ ഉള്ളത്. ഇനി വിക്ടോറിയൻ ജെൻഡർ റോൾസിലുള്ള കീ ആസ്പെക്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് സ്ഫിയേഴ്സ്. ഈ ഒരു ഐഡിയ എന്നുള്ളത് ദാറ്റ് മെൻ ആൻഡ് വുമൺ ബിലോങ്ഡ് ഇൻ ഡിഫറെൻറ്റ് സ്ഫിയേഴ്സ് ഓഫ് സൊസൈറ്റി വിത്ത് മെൻ ഇൻ ദ പബ്ലിക് വേൾഡ് ആൻഡ് വുമൺ in the private was deeply ingrained. Masculine ideal. Men were expected to be assertive, competitive and the breadwinners of the family. They were the heads of household and held significant power within the family and society. Women ആണെങ്കിൽ were expected to be pious, gentle and domestic. They were often described as angels in the house. വീട്ടിലെ മാലാഖയായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ എപ്പിറ്റോം ഓഫ് ഡൊമസ്റ്റിസിറ്റി ആൻഡ് മോറൽ പ്യൂരിറ്റി. ലിമിറ്റഡ് റൈറ്റ്സ് ഫോർ വുമൺ. വുമൺ എന്നുള്ളത് ലിമിറ്റഡ് ലീഗൽ ആൻഡ് സോഷ്യൽ റൈറ്റ്സ് ആണ്, ഇൻക്ലൂഡിങ് ലിമിറ്റഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും വുമൺ എന്തുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. പാട്രിയാക്കൽ സ്ട്രക്ചർ. വിക്ടോറിയൻ സൊസൈറ്റി എന്നുള്ളത് വാസ് ഹെവിലി പാട്രിയാക്കൽ വിത്ത് മെൻ ഹോൾഡിംഗ് ദ ഡോമിനൻറ്റ് പൊസിഷൻ ഇൻ ദ ഫാമിലി ആൻഡ് സൊസൈറ്റി. കുടുംബത്തിലാണെങ്കിലും അതുപോലെ തന്നെ സമൂഹത്തിലാണെങ്കിലും എപ്പോഴും ഡോമിനൻ്റ് ആയിട്ടുള്ള പൊസിഷൻ ആരാണ് ഹോൾഡ് ചെയ്യുന്നുള്ളത്, മെന്നാണ്. ദ റിജിഡ് ജെൻഡർ റോൾസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് സിഗ്നിഫിക്കൻറ്റ് റെസ്ട്രിക്ഷൻസ് ഓൺ വുമൺസ് ലൈഫ്, ലിമിറ്റിംഗ് ദർ ഫ്രീഡം ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഒരു റിജിഡ് ജെൻഡർ റൂൾസ് കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വുമൻ്റെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നുള്ളത്. അവളുടെ ഫ്രീഡത്തിനെയും ഓപ്പർച്യൂണിറ്റീസിനൊക്കെ ഒരു ലിമിറ്റ് വരാൻ ചെയ്യുന്നുള്ളത്. ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്. സ്ട്രിക്റ്റ് ജെൻഡർ റോൾസ് എ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് എമേർജ്ഡ് ഡ്യൂറിങ് ദ വിക്ടോറിയൻ എറ. ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജെൻഡർ റോൾസ് കാരണമായിട്ട് ഈ ഒരു വിക്ടോറിയൻ എറയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് എമേർജ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് വാദിക്കുന്നുള്ളത്, ഫോർ വുമൺസ് റൈറ്റ്സ് ആൻഡ് ഇക്വാലിറ്റി. സ്ത്രീകളുടെ അവകാശത്തിനും അതുപോലെ തന്നെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് വാദിക്കുന്നുള്ളത്. ഇനി എക്സാമ്പിൾസ് ഓഫ് വിക്ടോറിയൻ ജെൻഡർ റോൾസ് ഇൻ പ്രാക്ടീസ്. മാരേജ് ആൻഡ് ഫാമിലി. മാരേജ് എന്നുള്ളത് വാസ് സീൻ ആസ് എ വുമൺസ് പ്രൈമറി റോൾ with the expectation that she would be a devoted wife and mother. ഈ ഒരു വുമൺ എന്നുള്ളത് അവളൊരു ഡിവോട്ടഡ് വൈഫും അതുപോലെ തന്നെ മദറായിട്ടാണ് ഒരു ഫാമിലി ഒരു മാരേജ് ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത്. എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. വൈൽ എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് വാസ് ഇംപ്രൂവിങ്, ഇറ്റ് വാസ് സ്റ്റിൽ ലിമിറ്റഡ് കമ്പയർഡ് ടു ബോയ്സ്. ബോയ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് എന്താണ് ഈ ഒരു എഡ്യൂക്കേഷനിലൊക്കെ ലിമിറ്റ് ഉണ്ട്. പക്ഷേ എഡ്യൂക്കേഷൻ എന്താണെന്നുണ്ട്, ഗേൾസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യുന്നുള്ളത്. ആൻഡ് വുമൺസ് എംപ്ലോയ്മെൻറ്റ് ഓപ്ഷൻസ് വർ റെസ്ട്രിക്റ്റഡ്. സ്ത്രീകളുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ ആ ഒരു ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കപ്പെടുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ടോപ്പിക്സാന്ന് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.